എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ എൻ.സി.പിയിൽ തിരക്കിട്ട നീക്കം. ചർച്ചയുടെ കാര്യം എൻ.സി.പി സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോ മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസ്ഥാനം എൻ.സി.പിയുടെ ആഭ്യന്തര വിഷയമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയുള്ളത്. തോമസ് നാളെ ശരത് പവാറിനെ കാണുമെന്ന വാർത്ത കൂടി അനുബന്ധമായി വരുന്നുണ്ട്. അജീഷ് ജയകുമാർ നൽകുന്നതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. അജീഷ്, നേരത്തെ എ.കെ. ശശീന്ദ്രൻ തള്ളിയ കാര്യമാണ്, ഇത്തരം ചർച്ചകളൊന്നും ഇല്ല എന്നാണ് എ.കെ. ശശീന്ദ്രൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും വാർത്തയിലിടം പിടിക്കുന്നു. നിലവിൽ എൻ.സി.പിയിൽ അത്തരം ചർച്ചയുണ്ട്, മന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റുന്നു ശശീന്ദ്രനെ എന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വരുന്നത്. അത് മുഖ്യമന്ത്രിയെ അറിയിച്ചു ഈ ചർച്ചയുടെ കാര്യം എന്നുകൂടി അറിയുമ്പോൾ വളരെ ഗൗരവമാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ? പ്രവിത, എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയായിരുന്നു. എന്നാൽ സ്ഥാനം മാറുമെന്ന ചർച്ച നടന്നിട്ടില്ലെന്നായിരുന്നു മന്ത്രി വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. മാധ്യമങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ചർച്ച നടക്കുന്നതെന്നായിരുന്നു എ.കെ. ശശീന്ദ്രൻ ആവർത്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, പാർട്ടിക്കകത്ത് ശക്തമായ നീക്കം നടത്തുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം എൻ.സി.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോ തന്നെ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചിരുന്നു. അന്ന് 9 ജില്ലാ പ്രസിഡന്റുമാരായിരുന്നു പങ്കെടുത്തത്. ഇതിൽ 8 പേരും ഈ ശശീന്ദ്രനെ മാറ്റുന്ന കാര്യത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, കെ തോമസും ഇക്കാര്യമായി ഈ വിഷയം ചർച്ച ചെയ്യാനായി ശരത് പവാറിനെ കാണുമെന്നും വിവരം പുറത്തു വരുന്നു. ശരത് പവാറിനെ കാണാൻ നാളെ ആയിരിക്കും കെ തോമസ് മുംബൈയിലേക്ക് പോകുക. പി.സി. ചാക്കോയും മുംബൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പി.സി. ചാക്കോയുമായി പക്ഷേ ഫോണിൽ ശരത് പവാർ അടക്കമുള്ളവർ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ മന്ത്രിസ്ഥാനം മാറുന്നതിനെ കുറിച്ചുള്ള ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. ശശീന്ദ്രൻ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരേക്കും എടുത്തിട്ടില്ല. ശശീന്ദ്രനുമായി ചർച്ച നടത്തിയെങ്കിലും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുമെന്നാണ് ശശീന്ദ്രന്റെ നിലപാട്. ഈ ചർച്ചയ്ക്ക് വന്ന പാർട്ടി നേതാക്കളോടും ഇക്കാര്യമാണ് ശശീന്ദ്രൻ പറഞ്ഞത്. ഏതെങ്കിലും സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം മാറേണ്ടി വന്നു കഴിഞ്ഞാൽ താൻ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുമെന്നാണ് ശശീന്ദ്രൻ ആവർത്തിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഈ പാർട്ടിക്കകത്തെ ചർച്ചകൾ എന്തായാലും പി.സി. ചാക്കോ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ എ.കെ. ശശീന്ദ്രൻ അനുകൂലമായ ഒരു നിലപാടല്ല എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, നിങ്ങൾ തന്നെ ആര് മന്ത്രിയാകണമെന്ന് തീരുമാനിച്ചുകൊള്ളൂ എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എ.കെ. ശശീന്ദ്രനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ഥാനം മാറുമെന്നതിൽ ഒരു കരാറില്ലെന്നും രാജിവെക്കുന്നതിനെ കുറിച്ച് പാർട്ടി ചിന്തിച്ചിട്ടില്ലെന്നുമാണ് മന്ത്രി പറയുന്നത്. പക്ഷേ എൻ.സി.പിക്കകത്ത് തകൃതിയായി തന്നെ ഇക്കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഇതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുൻപ് ഈ മുതിർന്ന നേതാക്കൾ, എൻ.സി.പിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിരുന്നത് എല്ലാ തീരുമാനവും ശരത് പവാറിന് വിടുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കെ തോമസ് നാളെ ശരത് പവാറിനെ കാണുമ്പോൾ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഈ കെ തോമസ് നാളെ ശരത് പവാറിനെ കാണുന്നത് തന്നെ ഈ മന്ത്രിസ്ഥാനം മാറുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഈ കെ തോമസിനെ മന്ത്രിയാക്കുന്നതിനോടാണ് പി.സി. ചാക്കോയ്ക്കും സംസ്ഥാന അധ്യക്ഷനായ പി.സി. ചാക്കോയ്ക്കും ഭൂരിഭാഗം വരുന്ന ജില്ലാ പ്രസിഡന്റുമാർക്കും താല്പര്യം. അതുകൊണ്ടാണ് ഇവരും നാളെ മുംബൈക്ക് പോകുന്നത്. മുംബൈയിൽ പോയി ശരത് പവാറിനെ കണ്ട ശേഷം ഈ മന്ത്രി മാറ്റത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ശരത് പവാറിനെ ബോധിപ്പിക്കും. എന്തായാലും ശശീന്ദ്രന് ഒരു ഭൂരിപക്ഷമായ ഒരു സാഹചര്യമല്ല നിലവിൽ എൻ.സി.പിക്ക് അകത്ത് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ശശീന്ദ്രന് ഒരു എതിർ നിലപാടായിരിക്കും, അനുകൂലമല്ലാത്ത ഒരു നിലപാടായിരിക്കും കേന്ദ്രത്തിൽ നിന്നുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മുംബൈയിൽ പോയി കണ്ടാൽ ഉടനെ ശശീന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള നീക്കമായിരിക്കും കേന്ദ്ര കമ്മിറ്റി എന്തായാലും സ്വീകരിക്കുക. എന്തായാലും നാളെ തന്നെ ഈ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ കെ തോമസും പി.സി. ചാക്കോയും മുംബൈക്ക് പോകും. ശശീന്ദ്രൻ പോകുന്നതിനെ കുറിച്ച് ഇതുവരെയ്ക്കും ഒരു വിവരം കിട്ടിയിട്ടില്ല. ഇവർ രണ്ടുപേരും പോയി ശരത് പവാറിനെ കണ്ടതിന് ശേഷമായിരിക്കും അടുത്ത ശശീന്ദ്രന്റെ നീക്കം ഇനി പുറത്തു വരിക. അജീഷ്, ഈ സർക്കാർ രൂപീകരണ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ തോമസ് അവകാശവാദം ഉന്നയിച്ചതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോഴൊക്കെ തന്നെ എൻ.സി.പിയിൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു മന്ത്രി ആ സ്ഥാനത്ത് മാറ്റി വേറൊരു മന്ത്രി വരുന്നു. കെ തോമസിനാണ് എൻ.സി.പിയിലുള്ള മറ്റൊരു അംഗം എന്ന് പറയുന്നത്, മന്ത്രിസഭയിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയാൻ. പക്ഷേ അപ്പോഴും ഈ രണ്ട് അഭിപ്രായങ്ങൾ, മന്ത്രിസ്ഥാനത്ത് നീക്കേണ്ടയാൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല, അത്തരം ചർച്ചകളില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ ഗൗരവമായ ചർച്ചകൾ നടന്നു, അത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ.സി.പി സംസ്ഥാന ഘടകത്തിൽ വളരെ രൂക്ഷമായ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്ന് കരുതേണ്ടി വരുമോ? ഈ സ്ഥാനമാറ്റത്തിന് തടയണ ഈ നേരത്തെ ഈ ശശീന്ദ്രൻ വിഭാഗത്തിലെ 3 മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ശരത് പവാറിനെ കണ്ടിരുന്നു.
പിന്നാലെ ഈ പി സി ചാക്കോ ശരത് പവാറിനെ മന്ത്രി മാറ്റത്തിന്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം പറയാനോ പ്രതികരിക്കാനോ സംസ്ഥാന പ്രസിഡന്റോ ഈ തോമസ് കെ തോമസ് MLA തയ്യാറായിട്ടില്ലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ 9 ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം പി സി ചാക്കോ വിളിച്ചത്. അവരുടെ നിലപാട് എന്താണെന്ന് അറിയാനായിട്ടായിരുന്നു പി സി ചാക്കോ വിളിച്ചത്. പക്ഷേ അതിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ഈ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിൽ പങ്കെടുത്ത 9 പേരിൽ 8 പേരും മന്ത്രി മാറ്റത്തെ അനുകൂലിച്ചാണ് നിലപാടെടുത്തത്. അതോടെയാണ് തോമസ് കെ തോമസിന് ശരി, ഇപ്പോൾ തോമസ് കെ തോമസ് തന്നെ 24നോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ തോമസ് കെ തോമസ്, അങ്ങനെ താങ്കൾ നാളെ ശരത് പവാറിനെ കാണുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പ്രധാന ചർച്ചാ വിഷയം ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നെ ആകുമല്ലോ. എന്താണ് താങ്കൾ ഈ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ പ്രധാനമായും പറയുക? ശ്രീ തോമസ് കെ തോമസ്, താങ്കൾ കേൾക്കാമോ? കേട്ടു. ഞാൻ ചോദിക്കുന്ന ഇത് എവിടുന്ന് കിട്ടിയ ന്യൂസാണ്? ഞാൻ ഹർജിയെ കാണാൻ പോകുന്നുള്ളൂ, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അങ്ങനെ കൂടിക്കാഴ്ച ഇതുവരെ സംസ്ഥാന പ്രസിഡന്റ് എന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല. അല്ല, ഇതിലൊരു മന്ത്രിസ്ഥാനത്ത് നീക്കം അങ്ങനെ ഒരു അത് നടക്കുന്നുണ്ടോ? NCP മന്ത്രിയെ മാറ്റുന്നു? മന്ത്രിസ്ഥാനത്തെ കുറിച്ചുള്ള നീക്കം ഇന്ന് തുടങ്ങിയതല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങളല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ തന്നെ അത്തരം ചർച്ചകൾ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ചർച്ച നടന്നു എന്നും അത് മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ശരിക്കും പി സി ചാക്കോ സാറുമായിട്ട് ബന്ധപ്പെടുന്നതല്ലേ നല്ലത്. കാരണം എനിക്ക് ഔദ്യോഗികമായിട്ട് ഇന്ന് വരെ ഈ സമയം വരെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എങ്ങനെ പ്രതികരിക്കും? അതാണ് സ്വാഭാവികമായും AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് മാറ്റുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരേണ്ടയാളാണ് താങ്കൾ. ദേശീയ നേതാക്കളെ, ദേശീയ നേതൃത്വത്തെ അറിയിക്കുന്നു എന്നാണ്. അല്ല, ഞാൻ നേരത്തെ മുതലേ പറയുന്നുണ്ട്, ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് ഞാൻ ആദ്യം മുതലേ പറയേണ്ട കാര്യം. ഞാൻ ഇന്ന് തുടങ്ങിയതല്ല. നിങ്ങൾ ഇത് എന്റെ ന്യൂസ് ചാനലിൽ കൂടെ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഞാൻ പാർട്ടിയിൽ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായിട്ട് പാർട്ടിയിൽ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നതായി താങ്കൾക്ക് സ്വാഭാവികമായും അറിയാമായിരിക്കുമല്ലോ. എന്തോ പാർട്ടിയിൽ ഇത്തരമൊരു നീക്കം, അതായത് മന്ത്രിയെ മാറ്റാനുള്ള ഒരു നീക്കം നടക്കുന്നതായി താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. അത്തരം ചർച്ചകൾ നടന്നിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, എനിക്കറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രസക്തി. അതിന് ആധികാരികമായിട്ട് പറയേണ്ടത് എന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം എന്ത് പറയുന്നതാണ് അവസാന വാക്ക്. അദ്ദേഹം പറയട്ടെ. ഞാനായിക്കൊണ്ട് അനാവശ്യമായ ഒരു സംഭവത്തിനും തയ്യാറല്ല. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം പറയുകയും കോലാഹലങ്ങളാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്റെ നിലപാട്, ഞാൻ പാർട്ടിയിൽ അച്ചടക്കമുള്ള പ്രവർത്തകനായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ നല്ല രീതിയിൽ ഞാനും പി സി ചാക്കോ സാറുമായിട്ട് വളരെ നല്ല ബന്ധം. കാരണം അതിനേക്കാട്ടിൽ ഉപരിയായിട്ട് പാർട്ടിയെ വളരെ ശക്തമായിട്ട് അദ്ദേഹം മുന്നോട്ട് നയിക്കുന്നു. അതിന് തടസ്സം ഒന്നും തോമസ് കെ തോമസിന് പറയാനില്ല. എന്ത് പറയാനുണ്ടെങ്കിലും ആരാധ്യനായ എന്റെ പ്രസിഡന്റ് ചാനലിൽ കൂടി പറയും. കാരണം ഞാൻ നിങ്ങളെ വിളിച്ചതുകൊണ്ടാണ് ഫോൺ എടുത്തത്. കാരണം ഫോൺ എടുക്കാതിരിക്കുന്ന മനസ്സിലായി. നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു. എന്തായാലും അദ്ദേഹം അത്തരത്തിൽ വാർത്തകളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്. അത് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ തന്നെ പറയും അത്തരം കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ തോമസ് കെ തോമസ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്.